മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വെട്ടലിനായി ഇടപെട്ടത് മേയറുടെ ഓഫീസ്. ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാർ വൈഷ്ണ രേഖപ്പെടുത്തിയ TC നമ്പറിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ രേഖ വെച്ചാണ് വൈഷ്ണയുടെ വോട്ട് വെട്ടിയത്. പരിശോധനയ്ക്കെത്തിയത് നഗരസഭയിലെ റവന്യൂ വിഭാഗം ജീവനക്കാരാണെന്ന് മേയറുടെ ഓഫീസ് വിശദീകരിച്ചു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ വിവരങ്ങൾ തേടേണ്ടതും അവരുടെ ഉദ്യോഗസ്ഥരെത്തിയാണല്ലോ പരിശോധന നടത്തേണ്ടതും. ഇതിൽ മേയറുടെ ഓഫീസിലെ ജീവനക്കാർ എത്തിയതിലാണല്ലോ അസ്വാഭാവികത. ഇതിലിപ്പോൾ മേയറുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം എന്താണ്? ദിവ്യ, ഇതിൽ CPM ബ്രാഞ്ച് അംഗമാണ് വൈഷ്ണയ്ക്കെതിരായ പരാതി നൽകിയ ആളെന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥരാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായിരുന്നു നടത്തിയത് എന്നുള്ളതാണ് നേരത്തെ വന്ന വിശദീകരണം. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത് അത് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരല്ല, മറിച്ച് കോർപ്പറേഷനിലെ മറ്റൊരു ഉദ്യോഗസ്ഥർ രണ്ടുപേർ ചേർന്നാണ് ഈ യഥാർത്ഥ വീട്ടുടമയുടെ, അതായത് TC നമ്പർ 18/564 എന്നുള്ള വീട്ടിൽ എത്തി വൈഷ്ണ ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന കാര്യമൊക്കെ അന്വേഷിക്കുകയും ഒപ്പം തന്നെ വീട്ടുടമയിൽ നിന്ന് ഈ വൈഷ്ണ താമസമില്ല, 2 വർഷമായി അവിടെ ഇങ്ങനെ ഒരു വൈഷ്ണ എന്ന ആളില്ല എന്ന് എഴുതി വാങ്ങുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈഷ്ണയുടെ വോട്ട് മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്, വോട്ട് തള്ളിപ്പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത്. പിന്നീട് നിയമപോരാട്ടത്തിന് ഒക്കെ ശേഷമാണ് വൈഷ്ണയ്ക്ക് വീണ്ടും വോട്ടർ ലിസ്റ്റിൽ പേര് വരികയും പിന്നീട് മത്സരിക്കാനുള്ള അവകാശം ലഭിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ നിലവിൽ ഉയരുന്ന ആരോപണം ഈ മേയറുടെ ഓഫീസുമായി ബന്ധപ്പെടുന്ന അവിടുത്തെ ഒരു ക്ലാർക്കും ഒപ്പം തന്നെ മറ്റൊരു ജീവനക്കാരനുമാണ് ഇങ്ങനെ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും പരിശോധന നടത്തി ഈ പേപ്പറിൽ എഴുതി വാങ്ങുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. നിലവിൽ അന്വേഷണം നടത്തിയത് അതായത് ഒരു കാർത്തിക എന്ന് പറയുന്ന ക്ലാർക്കും ഒപ്പം തന്നെ സൂപ്രണ്ടായിട്ടുള്ള പ്രതാപചന്ദ്രനുമാണ്. പ്രതാപചന്ദ്രൻ ഹിയറിംഗ് നടത്തുകയും ഈ കാർത്തിക അന്വേഷണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് നേരത്തെ അവർ തന്നെ വിശദീകരിച്ചത്. പക്ഷേ അതിന് പുറമെ ഈ 2 ഉദ്യോഗസ്ഥർ, തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഇല്ലാത്ത 2 ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടിലെത്തി അവരിൽ നിന്ന് എഴുതി വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈഷ്ണയുടെ വോട്ട് തള്ളിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ, തെളിവുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ മേയറുടെ ഓഫീസ് വിശദീകരിക്കുന്നത് അത് തൻ്റെ സ്റ്റാഫ് അംഗങ്ങളോ തൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുന്നവരോ അല്ല, കോർപ്പറേഷനിലെ റവന്യൂ വിഭാഗത്തിലെ 2 ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തി അന്വേഷണം നടത്തിയത്. അവർ PSC ലിസ്റ്റ് പ്രകാരം നിയമിതരായ ഉദ്യോഗസ്ഥരാണ്, അല്ലാതെ തൻ്റെ ഉദ്യോഗസ്ഥരായി നിൽക്കുന്നവരല്ല, തൻ്റെ സ്റ്റാഫിൽപ്പെട്ടവരല്ല എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ മേയർ നൽകുന്നത്. എന്തായാലും വേറെ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ വിഷയത്തിൽ മേയറുടെ ഓഫീസിൽ നിന്ന് ആളുകൾ തന്നെ എത്തി ഒരു പരിശോധന നടത്തുകയും ഈ എഴുതി വാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് വിവാദമായത്. അതിലാണിപ്പോൾ മേയറുടെ വിശദീകരണം വന്നിരിക്കുന്നത്.